എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക്, ഒരു സംശയം നീ കരുതണ്ട. ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ. അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പി വി അൻവർ വന്നിരിക്കും നിന്റെ ഓഫീസിൽ, MG റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച് ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും. ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ എന്തും നടക്കും. ഇതാ പരസ്യമായി ഫേസ്ബുക്കിൽ ഒരു വെല്ലുവിളി. പി വി അൻവർ MLA പേജിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വീഡിയോ നമ്മെ നടുക്കിക്കളയും. ഇന്നലെ പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ലക്ഷ്യമാക്കി കൊച്ചിയിലേക്ക് പുറപ്പെടാനുള്ള ശ്രമം നടത്തി. ജയശങ്കറിൻ്റെ ഓഫീസിലെത്തി അയാളെ വലിച്ചിറക്കി ആ തെണ്ടിയുടെ ഉടുമുണ്ട് പറിച്ചെടുത്ത് കളസം കീറി തലയിൽ കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി ഒഴിക്കുകയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് അൻവർ പറയുന്നു. എന്നാൽ കൂടെയുള്ളവർ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നലെ താൻ അങ്ങോട്ടേക്ക് പോകാത്തത്. നിശ്ചയമായും താൻ ജയശങ്കറിൻ്റെ ഓഫീസിലെത്തും, അയാളുടെ ഉടുമുണ്ട് പറിച്ച് കളസം കീറും, അയാളുടെ തലയിൽ കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി താൻ ഒഴിച്ചിരിക്കും. അതിൻ്റെ പേരിൽ 10 വർഷം ജയിലിൽ കിടന്നാലും തനിക്ക് പുല്ലാണ് എന്ന് പി വി അൻവർ. പി വി അൻവർ MLA ഇപ്പോൾ കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു. മുഖ്യമന്ത്രി പോലും ഭയപ്പെട്ടു നിൽക്കുന്നിടത്ത് പി വി അൻവറിന് എന്തുമാകാം എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കുന്നതാണ് പി വി അൻവറിന്റെ വെല്ലുവിളി. പി വി അൻവറിന്റെ ആ വീഡിയോ പൂർണ്ണമായി നമുക്ക് സംപ്രേഷണം ചെയ്യുക വയ്യ. അത്ര വലിയ പുലയാട്ടാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത്. ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ നേർക്ക് സമാനതകളില്ലാത്ത തെറിയഭിഷേകം. മറുനാടൻ മലയാളി എന്ന ചാനലിന് വേണ്ടി ഇക്കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അഭിമുഖത്തിൽ വർഗീയവാദിയാണ് പി വി അൻവർ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ തെറിയഭിഷേകം. ആ തെണ്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരും, അവൻ പരമനാറിയാണ്, പരമച്ചെറ്റയാണ്. ഇതാണ് അൻവറിന്റെ തെറി അഭിഷേകം. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന പരനാറി ഈ നാട് കുട്ടിച്ചോറാക്കി. ഞാൻ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിവിട്ടത് പോലീസിന്റെ ജീർണതയാണ്, പോലീസിലെ കൊള്ളരുതായ്മകളാണ്. അതിന്റെ പേരിൽ ആ തെണ്ടി എന്നെ വർഗീയവാദിയാക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ഓഫീസിലെത്തി അയാൾക്കിട്ടൊരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവനെ പോലൊരു തനിച്ചെറ്റ കേരളത്തിൽ വേറെ ഒരുത്തനില്ല. ഇവൻ എത്ര തന്തയ്ക്കുണ്ടായതാണ് എന്നെനിക്കറിയില്ല, ഇനി തന്തയുണ്ടോ എന്നും എനിക്കറിയില്ല. പണ്ട് ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കിക്കൊടുത്ത ചില പ്രമാണികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവൻ്റെ തന്ത അത്തരത്തിൽപ്പെട്ടവനാണോ എന്നതാണ് തൻ്റെ സംശയം. ഞാൻ വരുന്നത് പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്നാണ്. എൻ്റെ തറവാട്ട് മഹിമയൊക്കെ അവൻ മനസ്സിലാക്കിയാൽ നല്ലത്. ഈ തെണ്ടിക്ക് തൻ്റെ കുടുംബ പാരമ്പര്യമില്ല എന്ന് അൻവർ പറയുന്നു. അഡ്വക്കേറ്റ് ജയശങ്കറിനെയാണ് തെണ്ടിയെന്നും പരനാറിയെന്നുമൊക്കെ തുടർച്ചയായി തൻ്റെ വീഡിയോയിൽ പി വി അൻവർ അഭിസംബോധന ചെയ്യുന്നത്. ഇവൻ പലരെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കുമെന്നാണ് അൻവറിന്റെ നിലപാട്. മുൻപ് ഇവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും ഒക്കെ അപമാനിച്ചു. എന്തിനേറെ മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വരെ അവഹേളിച്ചു. പി വി അൻവർ നടത്തിയത് നിലവിട്ട പെരുമാറ്റമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതുവരെ ഭരണകക്ഷിയിലെ ഒരാളും രംഗത്തെത്തിയിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിന് നേർക്കാണ് ഇത്ര രൂക്ഷമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ജയശങ്കർ തിരിച്ചടിക്കുമെന്ന് കാതോർത്തിരിക്കുകയാണ് കേരളം. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജയശങ്കർ കേരളത്തിലെ ഏറ്റവും മികച്ച സാമൂഹിക നിരീക്ഷകനായി അറിയപ്പെടുന്നു. പലർക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ജയശങ്കർ ഉന്നയിക്കാറുള്ളത്. എല്ലാ പൊതുവിഷയങ്ങളിലും തൻ്റെതായ നിലപാട് വെട്ടിത്തുറന്നു പറയുന്ന ജയശങ്കറിന് നേർക്ക് ഇത്തരമൊരു ആക്രമണം ആദ്യമായാണ്. ADGP അജിത് കുമാറിനെതിരെയും പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജയശങ്കർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ ജയശങ്കർ വെറുതെ വിട്ടില്ല. പി വി അൻവറിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ കേരളത്തെ ഓർമ്മപ്പെടുത്തി. ചാനൽ ചർച്ചകളിലും മറ്റു മാധ്യമങ്ങൾക്കുമൊക്കെ ജയശങ്കർ നൽകുന്ന അഭിമുഖങ്ങൾ അൻവറിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചയിൽ ശക്തമായ നിരീക്ഷണങ്ങളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രകടമാക്കിയത്. ഒടുവിലിത നിയമവ്യവസ്ഥയെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ സമാനതകളില്ലാത്ത തെറിയഭിഷേകമാണ് ഫേസ്ബുക്കിൽ നടത്തുന്നത്. ഇതുപോലെ മറ്റുള്ളവർ കൂടി ഇറങ്ങിത്തിരിച്ചാൽ കേരളം അരാജകത്വത്തിലേക്ക് നീങ്ങും എന്നതുറപ്പ്.
കേരളത്തിലെ ക്രമസമാധാനം തകർന്നതിന് മറ്റെന്ത് തെളിവ് വേണം എന്ന് ജനങ്ങൾക്ക് മുൻപിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ചോദിക്കാം. അത്ര വലിയ അരാജകത്വത്തിന്റെ പ്രകടമായ തെളിവാണ് PV അൻവർ നടത്തിയ ഈ വെല്ലുവിളി. പോലീസ് ബോർഡ് മാത്രമല്ല, പോലീസിന്റെ യൂണിഫോം വരെ ലഹരി സംഘത്തിന് നൽകി അവരെ പോലീസ് സഹായിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകളാണ് ഇക്കഴിഞ്ഞ ദിവസം അൻവർ നടത്തിയത്. പോലീസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ അൻവറിന് നേർക്ക് രൂക്ഷമായ ആക്രമണം നടത്തിയ ജയശങ്കറെ ഇത്ര വലിയ തെറിയഭിഷേകം നടത്തുന്ന അൻവറിനെതിരെ കേസെടുക്കാൻ ഈ സർക്കാരിന് ധൈര്യമുണ്ടോ? സ്വർണ്ണക്കടത്തുകാരുടെയും ലഹരി മാഫിയയുടെയും ഒക്കെ പ്രേരണയിലാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് ഇന്നലെ DGPക്ക് മുൻപാകെ ADGP മൊഴി നൽകിയിരുന്നു. ഇതും അൻവറിന്റെ പ്രകോപനത്തിന് വലിയ കാരണമായി. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകി. അൻവറിന് പിന്നിൽ ഏതൊക്കെയോ ശക്തികളുണ്ട് എന്നതിൻ്റെ സൂചനകൾ ഇന്നലെ മുഖ്യമന്ത്രി LDF യോഗത്തിൽ നടത്തിയ പരാമർശത്തിലും പ്രകടമായിരുന്നു. തനിക്കെതിരെ ചില കൈവിരലുകൾ ചൂണ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ അൻവർ കൂടുതൽ കോപാകുലനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ഇപ്പോൾ നടത്തിയ തെറിയഭിഷേകം ആർക്ക് നേരെയും നടത്താം എന്നതാണ് അവസ്ഥ. മറ്റുള്ളവരെ ഭയപ്പെടുത്തി വീട്ടിലിരുത്തുക എന്ന തന്ത്രം. PV അൻവറിന്റെ ഈ ആരോപണങ്ങൾക്കും തെറിയഭിഷേകത്തിനും എന്തു മറുപടിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുക? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.